ഓക്കെ, അപ്പോൾ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് എ കേർവ്. നമുക്കറിയാം കേർവ്, ഒരു സ്പേസിൽ ഒരു കേർവ് എടുക്കുകയാണ്, അങ്ങനെയുള്ള ഒരു കേർവ് സ്പേസിലാണേ. സ്പേസിൽ ഒരു കേർവിനെ നമ്മൾ പലതരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ട്. എക്സ്പ്ലിസിറ്റ് കാർട്ടീഷ്യൻ ഇക്വേഷൻ, ഇംപ്ലിസിറ്റ് കാർട്ടീഷ്യൻ ഇക്വേഷൻ, പാരാമെട്രിക് ഇക്വേഷൻ, പാരാമെട്രിക് കോർഡിനേറ്റ്സ്, പാരാമെട്രിക് വെക്റ്റർ ഫംഗ്ഷൻ ഒക്കെ അറിയാം. സപ്പോസ് ഈ കേർവ് സിക്ക് ഒരു പാരാമെട്രിക് വെക്റ്റർ ഫംഗ്ഷൻ ആർ ഓഫ് ടി റെപ്രസെൻറ്റേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. പാരാമെട്രിക് വെക്റ്റർ ഫംഗ്ഷൻ സേ സം ജി ഓഫ് ടി I plus h of t j plus some p of t k, where t varies from a to b. Suppose this is the parametric vector function or vector valued function of the curve C in space. And what is the meaning? Which means that if you take an arbitrary point on this curve, p is equal to x, y, z, then this x is g of t, y is h of t, z is p of t. So you can write the coordinates of an arbitrary point on this curve in terms of a single parameter t. That we mean by parameterization. And parametric vector function of the curve C actually represents the position vector of an arbitrary point x, y, z on this curve. Okay, position vector of an arbitrary point on the curve in terms of a single parameter. That is what you mean by parametric vector function of a curve. അപ്പോൾ സപ്പോസ് സീൻ്റെ പാരാമെട്രിക് വെക്റ്റർ ഫംഗ്ഷൻ ആണ് ഈ ആർ ഓഫ് ടി എന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് ആദ്യം നമ്മൾ ആർക്ക് ലെങ്ത് ഡിഫറൻഷ്യൽ എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ 2 പോയിന്റ് എടുക്കുകയാണ്. സപ്പോസ് പി എന്ന് പറയുന്ന പോയിന്റ് എടുത്തു, എക്സ് നോട്ട്, വൈ നോട്ട്, സെഡ് നോട്ട് എന്നിരിക്കട്ടെ, ഒരു പെർട്ടിക്കുലർ പോയിന്റ്, ആർബിട്രറി പോയിന്റ് എന്നല്ല, ഞാനൊരു പെർട്ടിക്കുലർ പോയിന്റ് എടുത്തു. ആൻഡ് ക്യൂ ബി എ നൈബറിംഗ് പോയിന്റ് ഓഫ് പി ഓൺ ദ സെയിം കർവ്. ആ ക്യൂവിനെ ഞാൻ നൈബറിംഗ് പോയിന്റ് എന്ന് ഞാൻ വിളിച്ചതെന്ന് വെച്ചാൽ എക്സ് നോട്ട് പ്ലസ് സം ഡെൽറ്റ എക്സ്, വൈ നോട്ട് പ്ലസ് സം ഡെൽറ്റ വൈ, ഇസഡ് നോട്ട് പ്ലസ് ഡെൽറ്റ ഇസഡ്, ഇങ്ങനെ എഴുതാം. ഓക്കെ, എടുത്തു. ഇനി ഞാൻ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡി എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരി, ആർക്ക് ലെങ്ത് ഡിഫറൻഷ്യൽ. ഈ പി ക്യു എന്ന ആർക്കും പി ക്യു എന്ന ലൈൻ സെഗ്മെന്റും തമ്മിൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് അല്ലേ? പി ക്യു എന്ന് പറയുന്ന ആർക്കും ഉണ്ട്, ആർക്ക് പി ക്യു ഉണ്ട്, ലൈൻ സെഗ്മെന്റ് പി ക്യു ഉണ്ട്. ഇനി ലൈൻ സെഗ്മെന്റ് പി ക്യുവിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലൈൻ സെഗ്മെന്റ് പി ക്യുവിന്റെ ലെങ്ത് ആക്ച്വലി പി ക്യുവിന്റെ ലെങ്ത്, ലൈൻ സെഗ്മെന്റ് പി ക്യുവിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് പി ആൻഡ് ക്യു. ബിറ്റ്വീൻ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, നോട്ടിലുണ്ടെങ്കിൽ ഇത് ബിറ്റ്വീൻ ആക്കിക്കൊള്ളണം. 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫോർമുല നിങ്ങൾക്ക് അറിയാം അല്ലേ? x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ പ്ലസ് അല്ലേ, അതിൻ്റെ റൂട്ടാണ്. സോ യു ക്യാൻ സി ഹിയർ ഇറ്റ് ഈസ് റൂട്ട് ഓഫ് പിൻ്റെ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസിൻ്റെ സ്ക്വയർ പ്ലസ് പിൻ്റെയും ക്യൂവിൻ്റെയും വൈ കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് സ്ക്വയർ പ്ലസ് z കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് സ്ക്വയർ. സോ ദിസ് ഇസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ, വിച്ച് ഇസ് ദി ലെങ്ത് ഓഫ് ദി line segment PQ. Line segment PQ. Okay. Any as Q tends to P, ഈ നൈബറിംഗ് പോയിന്റ് പിന്നോട് അടുത്തേക്ക് വരാമെന്ന് വിചാരിക്കാം. നിങ്ങളൊരു കേർവിലൊന്ന് ഈ ഒരു ഇതിനെ ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണ്. ഈ ഒരു കുഞ്ഞു പോർഷൻ കേർവിൻ്റെ ഇതൊന്ന് സൂം, ഇത്രയും വേണ്ട, കുറച്ചും കൂടി ചെറിയ പോർഷൻ, ഇത്രയും ഭാഗം ഞാൻ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കേർവ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കേർവിൽ 2 പോയിന്റ്സ് പിയും ക്യൂ ഇരിക്കുന്നുണ്ട്. ഇതാണ് ലൈൻ സെഗ്മെന്റ് പി ക്യൂ, ഇതാണ് ആർക്ക് പി ക്യൂ. ഈ ക്യൂ പിൻ്റെയൊക്കെ അടുത്തേക്ക് വരുമ്പോൾ ലൈൻ സെഗ്മെന്റ് പി ക്യൂ ഇതാവും, വീണ്ടും അടുത്തേക്ക് വരുമ്പോൾ ലൈൻ സെഗ്മെന്റ് പി ക്യൂ ഇതാവും, ആർക്ക് പി ക്യൂ ഇതാവും. വീണ്ടും അടുത്തേക്ക് വരുമ്പോൾ ലൈൻ സെഗ്മെന്റ് പി ക്യൂവും ആർക്ക് പി ക്യൂവും ഏകദേശം ഒരേപോലെ വരുന്നുണ്ട്. വീണ്ടും അടുത്തേക്ക് വരുമ്പോൾ ലൈൻ സെഗ്മെന്റ് പി ക്യൂ becomes approximately as same as
ആർക്ക് പി ക്യു. ആർക്ക് ലെങ്ത് എന്ന് പറയണതും ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് എന്ന് പറയണതും ഏകദേശം ഒന്നായി മാറും. ആദ്യം നമ്മളുടെ ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് കുറവായിരുന്നു, ആർക്കിന്റെ ലെങ്ത് ആയിരുന്നു കൂടുതൽ. പക്ഷേ ആസ് ക്യൂ ടെൻസ് ടു പി യു ക്യാൻ സീ ദാറ്റ് ഈ ലൈൻ സെഗ്മെന്റ് പി ക്യൂ എന്ന് പറയുന്നത് becomes approximately equal to അല്ലേ, approximately equal to arc PQ. സോ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഈ ലൈൻ സെഗ്മെന്റിന്റെ ലെങ്തിന്റെ ലിമിറ്റിംഗ് കേസിലെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പം ഞാൻ ലെങ്ത് ഓഫ് ആർക്ക് പി ക്യൂ എന്ന് പറയുന്നത്, ലെങ്ത് ഓഫ് ആർക്ക് പി ക്യൂ എന്ന് പറയുന്നത് എനിക്ക് അതിനെയാണ് ഞാൻ അതിൻ്റെ ലിമിറ്റിംഗ് കേസ്. ഓക്കെ, ആർക്ക് പി ക്യൂ അതുപോലെ തന്നെ ഭയങ്കര കുഞ്ഞാവുമ്പോൾ ഈ പറയുന്നത് ഞാൻ പിയും ക്യൂവും വളരെ വളരെ അടുത്താവുമ്പോഴത്തേക്കും അതിന് പറയുന്നതാണ് ആർക്ക് ലെങ്ത് ഡിഫറൻഷ്യൽ. ആർക്ക് ലെങ്ത് ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്ക് ലെങ്ത് ഡിഫറൻഷ്യൽ DS എന്ന് ഞാൻ എഴുതിയത്. ആർക്ക് ലെങ്ത് ഡിഫറൻഷ്യൽ ഇസ് ദി ലെങ്ത് ഓഫ് ദി arbitrarily small arc of this curve C. So that is equal to in the limiting case length of arc PQ. അപ്പോൾ അതെന്താ വരുക വെച്ചാൽ ലിമിറ്റിംഗ് കേസിൽ ഈ ഡെൽറ്റ ഈ ലൈൻ സെഗ്മെന്റിന്റെ ലെങ്തിന്റെ ലിമിറ്റിംഗ് കേസിലുള്ള വാല്യൂ ആയി മാറും. ആൻഡ് നമുക്കറിയാം ഈ പിയും ക്യൂവും ഒക്കെ കർവ് സിയിലെ പോയിന്റ്സ് ആണ്. കർവ് സിയിലെ പോയിന്റ്സിനെ നമ്മൾ പാരാമീറ്ററൈസ് ചെയ്തിട്ടുണ്ട്. സോ എക്സും വൈയും ഇസഡിനും ഒക്കെ ഇൻ ടേംസ് ഓഫ് ദ പാരാമീറ്റർ ടി നമുക്ക് എഴുതാൻ പറ്റും. സോ ഇൻ ദ ലിമിറ്റിംഗ് കേസ് ഞാൻ ഇതിനെ നമുക്ക് ഇങ്ങനെ പറയാം. ഇത് നിങ്ങൾ ഡിഫറൻഷിയേഷൻ എന്താണെന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇൻ ദ ലിമിറ്റിംഗ് കേസ് യു ക്യാൻ റൈറ്റ് ദിസ് ആസ് DX ഡെറിവേറ്റീവ്. ലിമിറ്റിംഗ് കേസിലുള്ള നമുക്കറിയാം ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ ഇൻ ദ ലിമിറ്റിംഗ് കേസ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇനി അത് എപ്പോഴെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോ ചെയ്തിട്ട് ഇടാം. അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ യൂട്യൂബിൽ നോക്കിയാൽ മതി, ഒരുപാട് വീഡിയോസ് കാണാം എന്താണ് ഡെറിവേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു എക്കണോമിക്സ് വരെ പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പോൾ DX അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? DX സ്ക്വയർ പ്ലസ് DY. ലിമിറ്റിംഗ് കേസിൽ നമുക്കിത് ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ലിമിറ്റിംഗ് കേസിലാണ് അത് DX ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സും വൈയും ഇസഡ് ഒക്കെ ഓൺ ദ കർവ് സി ഇതിനെ നമ്മളെല്ലാം പാരാമീറ്ററൈസ് ചെയ്തിട്ടുണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ G ആണെന്നും വൈ എന്ന് പറയുന്നത് അല്ലെ വൈനെയൊക്കെ ഇൻ ടേംസ് ഓഫ് പാരാമീറ്റർ ടി നമ്മൾ ഒരു ഫംഗ്ഷനായിട്ട് എഴുതിയിട്ടുണ്ട്, ടിയുടെ ഫംഗ്ഷനായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് DX എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഫംഗ്ഷൻ ഓഫ് ടി ആണെങ്കിൽ നമുക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ജിയുടെ ഡെറിവേറ്റീവ് G' dt എന്ന് എഴുതാം. പിന്നെ സ്ക്വയറും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ G' സ്ക്വയർ പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് H' dt അതിൻ്റെ സ്ക്വയർ പ്ലസ് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് P' dt. സോ അതിൻ്റെ സ്ക്വയർ DT എന്ന് എഴുതാം. ഓക്കെ, ഇനി അപ്പോൾ ഇതാണ് DS. നിങ്ങൾ കാരോലിൻ മിസ്സും പഠിപ്പിച്ചിട്ടുണ്ടാവുക ഇങ്ങനെയായിരിക്കും. ഇനി G' എന്നോ അല്ലെങ്കിൽ dx/dt ഹോൾ സ്ക്വയർ അങ്ങനെ ആയിരിക്കാം. രണ്ട് തരത്തിലും നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് എന്തെന്ന് എഴുതാം? G' എന്നൊക്കെ പറഞ്ഞ പേര് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്, ഒരു സ്റ്റെപ്പും കൂടെ ഇരിക്കട്ടെ, കാരണം എക്സിനെ വൈനെ ഒക്കെ നമ്മൾ ടീൻ്റെ ടേംസിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് യു ക്യാൻ റൈറ്റ് ദിസ് ആസ് സ്ക്വയർ റൂട്ട് ഓഫ് dx/dt സ്ക്വയർ പ്ലസ് dy/dt സ്ക്വയർ പ്ലസ് dz/dt സ്ക്വയർ dt. ഓക്കെ, dt. Now R of t is the parametric vector function of the curve C. And ഇതാണ് R of t എങ്കിൽ you know that ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇതിൻ്റെ ഡെറിവേറ്റീവ് dr/dt എന്ന് പറയുന്നത് G' അല്ലേ, ഓരോ കമ്പോണൻസിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. H' j പ്ലസ് P' k ആണ്. P' k ആണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു വെക്ടറാണ്.
ഒരു വെക്ടറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നതും എഗെയിൻ ഒരു വെക്ടറാണ്. അങ്ങനെയാണ് ഇൻ ടേംസ് ഓഫ് ടി ആണ് ഞാൻ എഴുതുന്നത്. അതുകൊണ്ടാണ് വെക്ടറിൻ്റെ ഡെറിവേറ്റീവ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വെക്ടറിൻ്റെ ഡെറിവേറ്റീവോ, വെക്ടറിന് പിന്നെ ഡെറിവേറ്റീവ് വെക്ടർ അല്ല, വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് അല്ലേ, ഫംഗ്ഷനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് പറയുന്നത്. അപ്പോൾ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എഗെയിൻ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ മോഡുലസ്, ഒരു വെക്ടറിൻ്റെ മോഡുലസ് എഴുതാൻ അറിയാമല്ലോ, അതിൻ്റെ ഒറിജിനൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെന്നറിയാം. അപ്പോൾ ഈ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ മോഡുലസ് എന്താണ്? ഒരു വെക്ടറിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ കമ്പോണൻസിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം എടുത്തിട്ട് സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് നോക്കിയാൽ അറിയാം, ഇത് ജി ഡാഷ് ടി സ്ക്വയർ പ്ലസ് എച്ച് ഡാഷ് ടി സ്ക്വയർ പ്ലസ് പി ഡാഷ് ടി സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ടാണ്. അത് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയത് അല്ലേ. സോ ഈ ഡി എസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിനെ നമുക്ക് എന്തെന്ന് എഴുതാം, ഈ സാധനം ആക്ച്വലി ഡെറിവേറ്റീവ് ഓഫ് ആറിൻ്റെ ഡി ആർ ബൈ ഡി ടിയുടെ മോഡുലസ് ആണ്. സോ മോഡുലസ് ഓഫ് ഡി ആർ ബൈ ഡി ടി സോ ദിസ് ഇസ് ദി ഫോർമുല ഫോർ ആർക്ക് ലെങ്ത് ഡിഫറൻഷ്യൽ ഡി എസിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് ദി parametric vector function of the curve C, you can write it as mod dr by dt dt. Okay, so ds കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനും ഇൻ്റഗ്രേഷൻ ഓവർ ദ കർവ് സി കണ്ടുപിടിക്കാനും എളുപ്പമാണ്. അതായത് ആർക്ക് ലെങ്ത് ഡിഫറൻഷ്യൽ കിട്ടിക്കഴിഞ്ഞു. ഇനി ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി കർവ് സി എന്ന് പറയുന്നത് എന്താണ്? ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് arc length or length of the curve C. നമ്മൾ പറഞ്ഞു ആർക്ക് ലെങ്ത് ഡിഫറൻഷ്യലിനെ ആ കർവ് സിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ, കർവ് സിയിൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആ കുഞ്ഞ് ആർക്ക് ലെങ്ത് ഡിഫറൻഷ്യൽസിനെ മൊത്തം കർവ് സിയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആ ഇൻഫിനിറ്റ് സം ആണ് കർവ് സിൻ്റെ ലെങ്ത്. അപ്പോൾ ഇതാണ് കർവ് സിൻ്റെ ലെങ്ത്. കർവ് സിൻ്റെ ലെങ്തിനെയാണ് നമ്മൾ ആർക്ക് ലെങ്ത് ഓഫ് സി എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ദിസ് ഈസ് നത്തിങ് ബട്ട് ഡി എസ് ഇസ് മോഡ് ഡി ആർ ബൈ ഡി ടി ഡി ടി. സോ ദിസ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു, കണ്ടോ, സിംഗിൾ വേരിയബിൾ ടിയിലുള്ള ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ആയിട്ട് മാറി. ആൻഡ് ടി ഈസ് ആക്ച്വലി parameter we are varying over the interval a b. നമ്മൾ അങ്ങനെ എടുത്തേ, കണ്ടോ, t varies from a to b. അപ്പോൾ ഈ കേർവിലുള്ള ഇൻ്റഗ്രേഷൻ എന്നുള്ളത് ഒരു ഇൻ്റർവെല്ലിലുള്ള ഇൻ്റഗ്രേഷനിലേക്ക് ട്രാൻസ്ഫോം ചെയ്തു, നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇനി ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം, ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓവർ ആൻ ഇൻ്റർവെൽ ചെയ്യണ പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ലെങ്ത് ഓഫ് എനി കർവ് provided you know the parameterization of the curve. ഓക്കെ, ഇത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പോർഷൻ, നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് പോർഷൻ ലൈൻ ഇൻ്റഗ്രൽ ആണ്. ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ലൈൻ ഇൻ്റഗ്രൽ ആക്ച്വലി അതിന് കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ള വേർഡ് കോണ്ടൂർ ഇൻ്റഗ്രൽ. കോണ്ടൂർ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ഓഫ് എ ഫംഗ്ഷൻ over a curve C, integral of a function, a three variable function over a curve C denoted by integral over C f ds is nothing but, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? You write the curve C in terms of the parameter, ഒരു single parameter, and suppose interval ab be the parameter domain, then you convert the function as a function of the parameter t. You write x in terms of the parameter t, y in terms of the parameter t, z in terms of the parameter t along the curve C, and ds, the arc length differential, is nothing but modulus of dr by dt dt. So this integral is converted into an integral of a single variable function in t over an interval ab. ഇത് നിങ്ങൾക്ക് ചെയ്യാനറിയാം. ഇങ്ങനെയാണ് നമ്മളിനി ഇൻ്റഗ്രേഷൻ ഓവർ എ കർവ് സി ചെയ്യാൻ പോണത്. ഓക്കെ, മനസ്സിലായോ? ആർക്ക് ലെങ്ത് അറിയാമെങ്കിൽ, ആർക്ക് ലെങ്ത് ഡിഫറൻഷ്യൽ അറിയാമെങ്കിൽ നമ്മളുടെ ലൈൻ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ കോണ്ടൂർ ഇൻ്റഗ്രൽ ഓവർ ഇൻ്റഗ്രേഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓവർ എ കർവ് സി ചെയ്യാനായിട്ട് പുതിയതായിട്ടൊന്നും പഠിക്കാനില്ല. ദിസ് ഇസ് ദി ഫോർമുല ഫോർ contour integral or line integral. Integral of a function f over the curve C is integral over C f ds, which is nothing but integral a to b f written in terms of t mod dr by dt dt. Okay.